നമ്മളേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ദീപ്ത സ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നതാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 80-ാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ സർ നമ്മളോടൊപ്പമില്ല എന്നോർത്താണ് സങ്കടം. സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നല്ലോ എന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനും മിസ്റ്റർ മമ്മൂട്ടിയൊക്കെ അടങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി. സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോടൊത്ത് പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഐ വി ശശി സാറിൻ്റെയും മറ്റും മുഖ്യധാര സിനിമകളിലും വരദേറ്റിൻ്റെയും പ്രിയപ്പെട്ട പത്മരാജൻ ഞങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ കരിമ്പിൻ പൂവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പേട്ടനും ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ടി വിയൊക്കെ വരും മുമ്പ് ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ്. ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള ആഴമുള്ള അതിലേറെ കാൽപ്പനികത തുളുമ്പുന്ന ശബ്ദം. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിന്റെ കഥകളിലൂടെയാണ്. ഞങ്ങളൊക്കെ ചേർന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഉണ്ടാക്കി. ആ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു 2 വർഷം മുമ്പാണ് 1975 ഭരതേറ്റിന് വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് സിനിമയിലെത്തുന്നത്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന മുകളിനടുത്ത് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ, തകര, വാടകയ്ക്കൊരു ഹൃദയം, എഴുതി നിർവേദം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ പ്രേക്ഷകരെ ഇതിലും പൊള്ളിച്ച സിനിമകളായിരുന്നു. അന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുന്നത്. ദൈവാധീനം കൊണ്ട് 1 അല്ല 5 ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി. അദ്ദേഹത്തിന്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം സീസൺ എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിലൊരു ഗാനത്തിലുണ്ടായതും ഒരു ഭാഗ്യമായി കരുതുന്നു. പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത്. ഇളയരാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത്. 1986 അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത്. ദേശാടനക്കിളി കരയാറില്ല, അതുപോലെ നമുക്ക് പാർക്കാൻ മുന്തിരുന്നു പോലും. ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗൃഹാതുരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ, സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തുവെച്ച ദക്ഷിണ. അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മസാഫല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോളമന്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല, ക്ലാരയെയും മഴയെയും ജോൺസൺ മാഷിന്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതിൽ സത്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ ഭരത് റൂബിച്ചേട്ടനെ പോലെ, നെടുമുടി വേണുചേട്ടനെ പോലെ, കവിയൂർ പൊന്നമ്മ ചേച്ചിയെ പോലെ, അമ്പലിച്ചേട്ടനെ പോലെ
മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ച് സഹകരിക്കാൻ സാധിച്ച് അതൊരു ഗുരുത്തമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന 5 കഥാപാത്രവും 5 തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ എൻ്റെ പ്രതിനായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രതിനായകനെ അവതരിപ്പിക്കേണ്ടി വന്നു. അതുപോലെ ദേശാടനക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു യുതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെ. അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ടൊരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ. മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ ഒരു സിനിമയായിരുന്നു. പക്ഷെ അഭിനേതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി എന്ന വേഷവുമായിരുന്നു. എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയെ കാണുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവക്കുട്ടിയും ഒക്കെ കുട്ടികളാണ്. അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചി വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം കൃതാർത്ഥതയാണ്. ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ പൂജയായിട്ടാണ് ഈ ചടങ്ങിനെ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്. ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പ്രപ്പേട്ടൻ 80ാം ജന്മവാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നതിൻ്റെ ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച പത്മരാജൻ ട്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊള്ളട്ടെ. ഇനി പത്മരാജൻ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങളെ പടിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവരും കുതിക്കുന്നൊരു അപൂർവ ബഹുമതിയായി തീരാൻ സാധിച്ചു എന്നതും 3 പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നതും ചെറിയ കാര്യമല്ല. ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ. ലക്ഷണമൊത്ത കൈ എന്നൊക്കെ പറയാറില്ലേ, അതാണ് പത്മരാജൻ പുരസ്കാരം. അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ. അവാർഡ് ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. നന്ദി, നമസ്കാരം.